ഓം ഗം ഗണപതി നമഃ. ഓം സം സരസ്വതി നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും പാദനമസ്കാരം. ഇന്ന് നമ്മളിനി 21-ാമത്തെ ശ്ലോകമാണ് വിചാരം ചെയ്യുവാനുള്ളത്. ദേവിയുടെ സ്തുതികൾ അങ്ങനെ അതിമനോഹരമായിട്ട് ദേവന്മാരുടെ വദനത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. 21-ാമത്തെ ശ്ലോകം. ദുർവൃത്തവൃത്തശമനം തവ ദേവി ശീലം രൂപം തഥൈതദവിചിന്യമതുല്യമന്യൈ വീര്യം ച ഹന്ത്ര ഹൃതദേവ പരാക്രമാണാം വൈരിഷ്വപി പ്രകടിതൈവ ദയാത്വയേത്ഥം. ദുർവൃത്തവൃത്തശമനം തവ ദേവി ശീലം. ദേവി തവ ശീലം. അമ്മേ, അവിടുത്തെ ശീലം എന്താ? ദുർവൃത്തവൃത്തശമനം. ദുർവൃത്തന്മാരുടെ ദുരാചാരത്തെ, വൃത്തശമനം എന്ന് പറഞ്ഞാൽ ഇവിടെ മോശം ആചാരത്തെ, ശീലത്തെയൊക്കെ ഇല്ലാതെയാക്കുന്നതാണ്, ശമിപ്പിക്കുന്നതാണ്. രൂപം തഥ ഏതത് അവിചിന്യം അതുല്യമന്യൈ. അമ്മേ, അവിടുത്തെ രൂപം എന്ന് പറയുന്നത് ഏതത്, യാതൊന്നാണോ അവിചിന്യ, ചിന്തിക്കുവാൻ, സ്മരിക്കുവാൻ പ്രയാസമുള്ളത്, സാധ്യമല്ലാത്തതായിട്ടുള്ളത്, കഴിഞ്ഞില്ല. അതുല്യം അന്യൈ, അതായത് മറ്റൊന്നിനോടും തന്നെയും തുലനം ചെയ്യാനാകാത്തതായിട്ടുള്ള, അതുല്യമായിട്ടുള്ളതാണ് അമ്മയുടെ രൂപം. വീര്യം ച ഹന്ത്ര ഹൃതദേവ പരാക്രമാണാം. അമ്മേ, അവിടുത്തെ വീര്യം എന്ന് പറയുന്ന, അവിടുത്തെ ആ ഒരു വൈഭവം എന്ന് പറയുന്നത് ദേവന്മാരുടെയൊക്കെ സർവപരാക്രമങ്ങളെയും, ഹൃതദേവ പരാക്രമാണാം, ദേവന്മാരുടെ സർവപരാക്രമങ്ങളെയും ഹരിക്കുന്ന, ഹൃത എന്ന് പറഞ്ഞാൽ ഹരിക്കുന്ന, വൈരിഷ്വപി വൈരിഷ്വപി, വൈരിഷു അപിയാണ്. വൈരി എന്നാൽ ശത്രു, വൈരിഷു ശത്രുവിൻ്റെ, അതായത് അസുരന്മാരുടെ. അപ്പോൾ ദേവന്മാരുടെ സർവപരാക്രമങ്ങളെയും നശിപ്പിച്ച അസുരന്മാരെ ഹന്തൃ, വധിക്കുന്നതാണല്ലോ. പ്രകടിതൈവ ദയാ ത്വയാ ഇത്തം, അങ്ങനെ നിഗ്രഹിച്ച് സർവപ്രതാപത്തോടുകൂടി വർത്തിക്കുന്നതാണല്ലോ അമ്മയെ ദേവി, അവിടുത്തെ വീര്യമഹിമ എന്ന് പറയുന്നത്. അവിടുന്നാകട്ടെ പ്രകടിത ഏവ ദയാത്വയ ഇത്തം, ഇപ്രകാരം അവിടുന്നാൽ, ദേവിയാൽ ശത്രുക്കളിൽ പോലും ദയാവതിയായി അവിടുന്ന് പെരുമാറുന്നുണ്ടല്ലോ. അമ്മയുടെ കാരുണ്യമാണല്ലോ അമ്മ ശത്രുക്കളോട് പോലും കാണിക്കുന്ന. അമ്മയുടെ ശത്രു എന്ന് പറയാൻ അമ്മയ്ക്ക് പ്രത്യക്ഷത്തിൽ ഒരു ശത്രുവില്ല. പക്ഷെ ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള, ദേവന്മാരുടെ എല്ലാ പരാക്രമങ്ങളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള അസുരന്മാര് പ്രത്യക്ഷത്തിൽ അമ്മയ്ക്ക് ശത്രുവായി ഭവിക്കുന്നു. അങ്ങനെയുള്ളവരോട് പോലും ദയാവതിയായ അമ്മ കാരുണ്യമാണല്ലോ കാണിക്കുന്നത്. ഇനി 22-ാമത്തെ ശ്ലോകമാണ്. കേനോപമാ ഭവതു തേസ്യ പരാക്രമസ്യ രൂപം ച ശത്രുഭയകാര്യതിഹാരികുത്ര. ക്ഷമിക്കണം. കേനോപമാ ഭവതി തേസ്യ പരാക്രമസ്യ രൂപം ച ശത്രുഭയകാര്യതിഹാരികുത്ര ചിത്തേ കൃപാ സമരനിഷ്ഠുരതാ ച ദൃഷ്ടാ ത്വയ്യേവ ദേവി വരദേ ഭുവനത്രയേപി. കേന ഉപമാ ഭവതി തേ അസ്യ പരാക്രമസ്യ. അല്ലയോ വരദയായിട്ടുള്ള ദേവി,
അത് താഴെ ഏറ്റവും അവസാനത്തെ പാദത്തിലാണ് വരദേ എന്ന അമ്മയെ സംബോധന ചെയ്തിരിക്കുന്നത്. അല്ലയോ വരപ്രദായിനിയായിട്ടുള്ള ദേവി, അവിടുത്തെ കേന ഉപമ ഭവതിത്തെ അസ്യ പരാക്രമസ്യ, അവിടുത്തെ പരാക്രമത്തോട് ഉപമിക്കുവാൻ ഈ ലോകത്തിൽ കേന ഉപമ ഒന്നും തന്നെയും ഞങ്ങൾ കാണുന്നില്ല. രൂപം ച ശത്രുഭയകാരി, അവിടുത്തെ രൂപം ശത്രുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നതാണ്. അതേസമയം അതിഹാരി കുത്ര, മറ്റൊരിടത്ത് ശത്രുക്കൾക്ക് ഭയത്തെ പോക്കുന്നതുമാണ്, ഇല്ലാതെയാക്കുന്നതുമാണ്. അസുരന്മാരിൽ ഭയത്തെ ഉളവാക്കുന്നതും ദേവന്മാരിലെ ഭയത്തെ ഇല്ലാതെയാക്കുന്നവളുമാണ്. അപ്പോൾ ശത്രുക്കളിൽ ഇവിടെ ലോകത്തിൽ ചിലർക്ക് ശത്രുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കും, മറ്റു ചിലരുടെ ആകട്ടെ ഭയത്തെ ഇല്ലാതെയാക്കുന്നവളുമായിട്ടുള്ള അമ്മേ, അവിടുന്ന് ചിത്തേ കൃപ, ഹൃദയത്തിൽ കൃപയും സമരനിഷ്ഠുരത, യുദ്ധത്തിൽ, സമരം എന്നാൽ യുദ്ധം, യുദ്ധത്തിൽ നിഷ്ഠുരതയും, അതായത് യാതൊരു കാരുണ്യവും അമ്മ യുദ്ധത്തിൽ കാണിക്കുന്നില്ല. അപ്പോൾ അമ്മ തൻ്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് അതീവ നിഷ്ഠുരമായി തന്നെയാണ് ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൽ നിഷ്ഠുരതയും കാണിക്കുന്ന അല്ലയോ അംബികേ, ത്വയി ഏവ ദേവി ഭുവനത്രയേപി, അങ്ങനെയുള്ള അംബികെ, അവിടുന്ന് മാത്രമേ ഇങ്ങനെ ഒരു ശക്തിയായിട്ട് ഭുവനത്രയേ അപി, ഈ 3 ലോകങ്ങളിലും ത്വയി ഏവ, അങ്ങ് മാത്രമാണ് അമ്മേ ഇങ്ങനെയുള്ള സവിശേഷതകളോട് കൂടിയതായിട്ടുള്ളത്. ഇനി 23-ാമത്തെ ശ്ലോകമാണ്. ത്രൈലോക്യമേതദഖിലം രിപുനാശനേന ത്രാതം ത്വയാ സമരമൂർധനി തേപി ഹത്യാ നീതാദിവം രിപുഗണ ഭയമപ്യപാസ്തം അസ്മാകമുന്മദസുരാരിഭവം നമസ്തേ. ത്രൈലോക്യമേതദഖിലം രിപുനാശനേന, ത്രൈലോക്യം 3 ലോകങ്ങളിലും 3 ലോകങ്ങളെയും ഏതത് അഖിലം രിപുനാശനേന ത്രാതം, രിപു എന്നാൽ ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിച്ച് അമ്മ അവിടുന്ന് ഈ 3 ലോകങ്ങളെയും ത്രാതം രക്ഷിച്ചു. ത്വയാ സമരമൂർധനി തേപി ഹത്യ, ത്വയാ സമരമൂർധനി, അതായത് യുദ്ധത്തിൽ അമ്മ അവിടുന്ന് ഈ ത്രിലോകങ്ങൾക്കും ശത്രുക്കളായിട്ടുള്ള അവരെ അവിടുന്ന് ഹത്യ, കൊന്നിട്ട് നീതാദിവം, ദിവം എന്നാൽ സ്വർഗം, നീത കൊടുത്തു, സ്വർഗലോകത്തെ തന്നെ അവിടുന്ന് കൊടുത്തുവല്ലോ, അല്ലെങ്കിൽ പ്രാപിപ്പിച്ചുവല്ലോ. രിപുഗണ എന്ന് പറഞ്ഞ അസുരന്മാര്, ശത്രുപക്ഷത്തെ. ഭയം അപ്യപാസ്തം അസ്മാകം ഉന്മദ സുരാരിഭവം നമസ്തേ. ഉന്മദ സുരാരിഭവം, ഉന്മത്തന്മാരായിട്ടുള്ള അസുരന്മാരിൽ നിന്നും, സുര അരി, സുരന്മാരുടെ അരി, അസുരന്മാരിൽ നിന്നും ഉണ്ടായിരുന്ന ഭയത്തെ, ഭയം അപി അപാസ്ത, അപ്പോൾ അങ്ങനെയുള്ള ഉന്മത്തന്മാരായിട്ടുള്ള അസുരന്മാരിൽ നിന്നും ഉണ്ടായിരുന്ന ഭയത്തെയും അമ്മേ അവിടുന്ന് ഇല്ലാതെയാക്കിയല്ലോ. അപാസ്ത, അങ്ങനെയുള്ള ദേവിയെ ഞങ്ങൾ നമസ്തേ, നമസ്കരിക്കുന്നു അമ്മേ. ഇനിയും 24-ാമത്തെ ശ്ലോകമാണ്. ശൂലേന പാഹിനോ ദേവി പാഹി ഖഡ്ഗേന ചാംബികേ ഖണ്ഡാസ്വനേന നഃ പാഹി ചാപജ്യാനി സ്വനേന ച. അപ്പോൾ കുറേയേറെ സ്തുതികളായിരുന്നു, സ്തുതിയുടെ അതേ ഭാവം കൈക്കൊണ്ട ശ്ലോകങ്ങളായിരുന്നു ഇതുവരെ കണ്ടതെങ്കിൽ ഇനി അടുത്തത് അമ്മയെ നമസ്കരിച്ചു. ഇത്രയേറെ സ്തുതിച്ചതിന് ശേഷം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ അമ്മയെ നമസ്കരിക്കുന്നതാണ് കണ്ടത്. ഇനി അടുത്തത് ശൂലേന പാഹിനോ ദേവി, അതായത് ഞങ്ങളെ, ഇനിയും സ്തുതി കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു, ഇനിയും എന്താണോ തങ്ങൾക്ക് വേണ്ടത് അത് പറഞ്ഞു തുടങ്ങുകയാണ് ഇവിടെ ദേവന്മാര്. ശൂലേന, ശൂലം കൊണ്ട്, അമ്മയുടെ ത്രിശൂലം കൊണ്ട്, പാഹി നഹ ദേവി, ഞങ്ങളെ അമ്മേ അവിടുന്ന് കാത്തുരക്ഷിക്കണമേ. പാഹി ഖഡ്ഗേന ചാംബികേ, ഖഡ്ഗം കൊണ്ട്, വാള് കൊണ്ട്, അല്ലയോ അംബികേ ദേവി അവിടുന്ന്
ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ തൃശൂലം കൊണ്ട് ഞങ്ങൾക്കുണ്ടാവുന്ന എല്ലാ ഉപദ്രവങ്ങളെയും നീക്കി രക്ഷിക്കണമേ. പിന്നെ ദേവിയുടെ കയ്യിലിരിക്കുന്ന വാള് കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ. ഖണ്ഡാസ്വനേന നഹ പാഹി ചാപജ്യാനി സ്വനേന ച. അതായത് ഖണ്ഡാനാദം കൊണ്ട്, ഖണ്ഡാനാദം അമ്മേ ദൂരത്തിൽ നിന്നുള്ള ആപത്തിൽ നിന്ന് ഖണ്ഡാനാദവും അതേപോലെ ചാപജ്യാനി വില്ലിൻ്റെ ആ ഒരു ചെറു ഞാണൊലി എന്നീ 2 ശബ്ദങ്ങളാൽ, സ്വനേനച ഈ 2 ശബ്ദങ്ങളാൽ അമ്മേ അവിടുന്ന് ദൂരത്തിൽ നിന്നുള്ള ആപത്തുകളിൽ നിന്നുപോലും ഞങ്ങളെ രക്ഷിക്കണമേ. ഇനി അടുത്തത് 25-ാമത്തെ ശ്ലോകമാണ്. പ്രാച്യാം രക്ഷ പ്രതീച്യാം രക്ഷ ചണ്ഡികേ രക്ഷ ദക്ഷിണേ ഭ്രാമണേ നാത്മശൂലസ്യ ഉത്തരസ്യാം തഥേശ്വരി. പ്രാച്യാം കിഴക്ക് ദിക്കിൽ നിന്നും, പ്രതീച്യാം പടിഞ്ഞാറ് ദിക്കിൽ നിന്നും, ചണ്ഡികയെ രക്ഷ അമ്മേ അവിടുന്ന് രക്ഷിക്കണമേ. ദക്ഷിണ എന്ന് പറഞ്ഞാൽ തെക്കു ഭാഗത്ത് നിന്നും, ഭ്രാമണേന ആത്മശൂലസ്യ, ഭ്രാമണേന ആത്മശൂലസ്യ അങ്ങനെയാണ്. ഭ്രാമണേന ചുറ്റിച്ചുകൊണ്ട്, ആത്മശൂലസ്യ അമ്മയുടെ ആ ശൂലത്തെ അങ്ങനെ ചുറ്റിച്ചുകൊണ്ട്, ഉത്തരസ്യാം തഥാ ഈശ്വരി ഉത്തരം എന്നാൽ വടക്ക് ഭാഗത്ത് നിന്നും അമ്മേ തഥാ ഉത്തരസ്യാം എന്നാണ് ഈശ്വരി അമ്മേ അവിടുന്ന് രക്ഷിക്കണേ. അപ്പോൾ കിഴക്ക് ഭാഗത്ത് നിന്ന്, തെക്കു ഭാഗത്ത് നിന്ന്, പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന്, വടക്കു ഭാഗത്ത് നിന്നൊക്കെ വരുന്ന എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആപത്തുകളിൽ നിന്നും അമ്മേ അവിടുന്ന് അവിടുത്തെ വാള് ചുഴറ്റി ഞങ്ങളെ രക്ഷിക്കണമേ. 26-ാമത്തെ ശ്ലോകമാണ്. സൗമ്യാനി യാനി രൂപാണി ത്രൈലോക്യേ വിചരന്തി തേ യാനി ചാത്യന്തഘോരാണി തൈരസ്മാൻ രക്ഷ സർവതഃ. സൗമ്യാനി യാനി രൂപാണി സൗമ്യങ്ങളായിട്ടുള്ള രൂപങ്ങള്, ത്രൈലോക്യേ വിചരന്തി അതുപോലെ യാനി ചാത്യന്തഘോരാണി, യാനി ച അത്യന്തഘോരാണി അതിഘോരങ്ങളായിട്ടുള്ള ചില രൂപങ്ങള്, തൈരസ്മാൻ രക്ഷ സർവത ത്രൈലോക്യേ വിചരന്തി തേ ദേവിയുടെ ശക്തി വിശേഷത്താൽ ഈ 2 ഭാവങ്ങളും ത്രിലോകത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അത്യന്തം സൗമ്യങ്ങളായിട്ടുള്ള ഭാവങ്ങളും അതേപോലെ തന്നെ അത്യന്തം അതിഘോരങ്ങളായിട്ടുള്ള രൂപങ്ങളും ദേവിയുടെ ഈ ത്രിലോകത്തിൽ സഞ്ചരിക്കുന്നു. ദേവിയിൽ നിന്ന്, ദേവിയുടെ ആ ഒരു ശക്തി വിശേഷത്താൽ ഉത്ഭൂതമായിട്ടാണ് ഇത് ത്രിലോകങ്ങളിലും സഞ്ചരിക്കുന്നത്. അവയിൽ നിന്നും അസ്മാൻ രക്ഷ സർവത ഞങ്ങളെ എല്ലാ തരത്തിലും രക്ഷിക്കണമേ. ഇനി അടുത്തത് 27-ാമത്തെ ശ്ലോകമാണ്. ഖഡ്ഗശൂലഗദാദീനി യാനി ചാസ്ത്രാണി തേംബികേ കരപല്ലവ സംഗീനി തൈ രക്ഷാസ്മാംസ്തഥാ ഭുവം. ഖഡ്ഗശൂല ഗദ ആദീനി വാള്, ശൂലം, ഗദ തുടങ്ങിയ യാനി ശസ്ത്രാണി തേ അംബികേ അമ്മേ അവിടുത്തെ ഈ ഇങ്ങനെയുള്ള തുടങ്ങിയ ശസ്ത്രങ്ങളും അതായത് ആയുധങ്ങള്, കരപല്ലവ സംഗീനി അമ്മയുടെ കരതല കമലങ്ങളിൽ അങ്ങനെ പറ്റിച്ചേരുകയാൽ അത് അത്യന്തം ശുദ്ധമായി തീർന്നിരിക്കുന്നതാണ് ഈ ആയുധങ്ങളൊക്കെ അമ്മയുടെ കരസ്പർശം കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഈ ആയുധങ്ങൾ കൊണ്ട് തൈഹി അവയാൽ രക്ഷാസ്മാം തഥാഭുവം ഞങ്ങളെയും അതേപോലെ തന്നെ ഇപ്പം തഥാഭുവം മാം തഥാഭുവം എന്നെയും അതേപോലെ തന്നെ ഈ ഭൂമണ്ഡലത്തെയും ഒന്നാക്കിയ ഭൂമണ്ഡലവാസികളെയും രക്ഷിക്കുമാറാകണമേ. ഇതിത്രയും കൊണ്ട് അപ്പോൾ ആദ്യം സ്തുതിച്ചു, നമസ്കരിച്ചു, അതിനുശേഷം തങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ട് തങ്ങൾക്ക് എന്താണോ ഇനി അമ്മയിൽ നിന്ന് വേണ്ടത് അത് അവസാനത്തെ ഒരു 3-4 ശ്ലോകങ്ങളിലായിക്കൊണ്ട് അമ്മയോട് അപേക്ഷിച്ചു. ഇത്രയും പറഞ്ഞ് ആ സ്തുതി അവിടെ നിൽക്കുകയാണ്. ഇനി അടുത്തത് വീണ്ടും സുമേധസ് എന്ന് പറയുന്ന മഹർഷി കഥ തുടരുകയാണ്. 28-ാമത്തെ ശ്ലോകം. ഋഷിരുവാച ഏവം സ്തുതാസുരൈർദേവി കുസുമൈർനന്ദനോത്ഭവൈ അർച്ചിതാ ജഗതാം ധാത്രി തഥാ ഗന്ധാനുലേപനൈ
ഏവം സ്തുത സുരൈർ, ഇപ്രകാരം ദേവിയെ സുരൈ എന്ന് പറഞ്ഞാൽ ദേവന്മാരിങ്ങനെ ദേവിയെ സ്തുതിച്ചതിന് ശേഷം കുസുമൈർ നന്ദനോത്ഭവൈ, നന്ദനവനത്തിലുണ്ടായതായിട്ടുള്ള കുസുമങ്ങൾ കൊണ്ട്, പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിതാ ജഗതാം ധാത്രി, ഈ ജഗത്തിൻ്റെ രക്ഷാഭാരം മുഴുവൻ അമ്മയുടെ കയ്യിൽ അമ്മ എടുത്തു വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ അമ്മയെ അർച്ചിച്ചു. തഥാ ഗന്ധാനുലേപനൈ, അമ്മയെ അത്യധികം ഭക്തിയോടുകൂടി ദേവന്മാര് ദിവ്യധൂപങ്ങളാലൊക്കെ, ഗന്ധാനുലേപന എന്ന് പറഞ്ഞാൽ ഗന്ധദ്രവ്യങ്ങളെ കൊണ്ട് അനുലേപനം ചെയ്തു. ഇനി 29ാമത്തെ ശ്ലോകമാണ്. ഭക്ത്യാ സമസ്തൈസ്ത്രിദശൈർ ദിവ്യധൂപൈ സുധൂപിത പ്രാഹ പ്രസാദ സുമുഖി സമസ്താൻ പ്രണതാൻ സുരാൻ. ഭക്ത്യാ സമസ്തൈസ്ത്രിദശൈർ, അത്യന്തം ഭക്തിയോടുകൂടി തന്നെ സമസ്തൈസ്ത്രിദശൈർ ദിവ്യധൂപൈ സുധൂപിത, ദിവ്യധൂപങ്ങളാലൊക്കെ സുധൂപിത, ധൂപനം ചെയ്തു അമ്മയ്ക്ക് ഒഴിഞ്ഞിട്ട് പ്രാഹ പ്രസാദ സുമുഖി സമസ്താൻ പ്രണതാൻ സുരാൻ, പ്രസാദ സുമുഖിയായിട്ടുള്ള ദേവി നമസ്കരിച്ചുകൊണ്ട് തൻ്റെ മുൻപിൽ കിടക്കുന്നതായിട്ടുള്ള സമസ്താൻ പ്രണതാൻ സുരാൻ, അങ്ങനെ നമസ്കരിച്ച് കിടക്കുന്ന ദേവന്മാരോടായിട്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ദേവിയെ സ്തുതിച്ച് അവരുടെ ആവശ്യങ്ങളെല്ലാം ദേവിയോട് അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തത് എന്നാണ് ആ സുമേധസ് എന്ന് പറയുന്ന ഋഷി 2 ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് അവിടെ നടന്നത് എന്താണെന്ന് കാണിച്ചു തന്നു. ഇനി അടുത്തത് ദേവി എന്താണ് അവരോട് പറഞ്ഞത്, ആ ദേവന്മാരോട് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ദേവി ഉവാച തുഷ്ടാസ്മി സ്തോത്രമുഖ്യേന തഥൈവാരാധനേന ച സുരാമാംസോപഹാരേണ ഭക്ത്യാ ചാനന്യപൂർവയാ. തുഷ്ടാസി സ്തോത്രമുഖ്യേന, അല്ലയോ ദേവന്മാരെ, നിങ്ങളുടെ ഈ മുഖ്യമായ, അതായത് വളരെയേറെ ഉത്തമമായ ഈ സ്തുതികൾ കൊണ്ട് തുഷ്ടാസ്മി, ഞാൻ വളരെയേറെ സന്തുഷ്ടയായിരിക്കുന്നു. തഥൈവ ആരാധനേന ച, തഥാ ഏവ ആരാധനേന ച, ഈ അത്യന്തം ഭക്തിയോടു കൂടിയിട്ടുള്ള ഈ ആരാധന കൊണ്ട് സുരാ മാം സോപഹാരേണ, സുര അല്ലയോ ദേവന്മാരെ, മാം സോപഹാരേണ, എനിക്ക് സ ഉപഹാരേണ, ഉപഹാര സമന്വിതമായിട്ടുള്ള ആരാധന കൊണ്ട്, അതായത് ദേവിക്ക് കൊടുത്തത് ആ ഒരു സമർപ്പണമാണ്. നമ്മൾ ഒരാളിനൊരു ഉപഹാരം കൊടുക്കുമ്പോൾ അത് പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആളിനും സ്വീകരിക്കുന്ന ആളിനും അത് പൂർണ്ണ സംതൃപ്തിയിലേക്ക് നയിക്കുന്നത് പോലെ ഇവിടെ പറയുകയാണ്, ഉപഹാര സമന്വിതമായിട്ടുള്ള ആരാധന കൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. ഭക്ത്യാച്ച അനന്യപൂർവയാ, അതായത് ഇതുപോലെയുള്ള മറ്റാരിലും ഇതുവരെ കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള അത്രമാത്രം ഉത്കൃഷ്ടമായ ഭക്തിയോടുകൂടിയാണ് നിങ്ങൾ എനിക്ക് ഈ ഉപഹാര സമന്വിതമായ ആരാധന നടത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ സന്തുഷ്ടയായിരിക്കുന്നു. സ്തോത്രേണ അനേനയർച്ചന്തി ഭയകാല ഉപസ്ഥിതേ തേഷാം ഭയം വിനേതാസ്മി കാമാനിഷ്ടാൻ ദദാമി ച. 31ാമത്തെ ശ്ലോകമാണ്. സ്തോത്രേണ അനേനയേ അർച്ചന്തി, എന്നെ അനേകം സ്തോത്രങ്ങൾ കൊണ്ട് ഇങ്ങനെ അർച്ചന ചെയ്തതുകൊണ്ട്, അർച്ചിച്ചാൽ ഭയകാല ഉപസ്ഥിതേ, അതായത് ആരെങ്കിലും ഭയന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്തോത്രങ്ങൾ കൊണ്ട് എന്നെ അർച്ചന ചെയ്താൽ, അർച്ചിച്ചാൽ തേഷാം ഭയം വിനേതാസ്മി, ഞാൻ അവരുടെ ഭയത്തെ വിനേതാസ്മി എന്ന് പറഞ്ഞാൽ അതിനെ ഇല്ലാതെയാക്കുന്നു. കഴിഞ്ഞില്ല, കാമാൻ ഇഷ്ടാൻ ദദാമിച്ച, അവർക്ക് വേണ്ടുന്നത്, അവരുടെ ആഗ്രഹങ്ങളെ ഞാൻ സാധിച്ചു കൊടുക്കുന്നതുമാണ്. ഇനി 32ാമത്തെ ശ്ലോകമാണ്. വ്രിയതാം ത്രിദശാ സർവേ യസ്മത്തോഭിവാഞ്ചിതം കർത്തവ്യമപരം യച്ച ദുഷ്കരം തന്നിവേദ്യതാം. വ്രിയതാം ത്രിദശാ സർവേ, അല്ലയോ ദേവന്മാരെ,
നിങ്ങളുടെ യസ്മത്തോഭിവാഞ്ചിതം യദസ്മത്തഃ അഭിവാഞ്ചിതം, നിങ്ങൾക്ക് നിങ്ങളുടെ എന്താഗ്രഹമാണേലും അഭിവാഞ്ചിതം ഞാനത് സാധിച്ചു തരാം എന്നുള്ള ഈ വരം നിങ്ങൾ സ്വീകരിച്ചാലും കർത്തവ്യം അപരം യച്ച, എന്നിരുന്നാൽ കൂടിയും അതിനെന്താണ് ചെയ്യേണ്ടത്? യച്ച ദുഷ്കരം തത് നിവേദ്യതാം, അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അല്ലയോ ദേവന്മാരെ, ഞാൻ നിങ്ങളിൽ വളരെയേറെ സന്തുഷ്ടയായിട്ടുണ്ട്. നിങ്ങളുടെ ഏതാഗ്രഹം പറഞ്ഞാലും അത് അതിനനുസരിച്ചുള്ള വരം നൽകാനും ഞാൻ തയ്യാറാണ്. പക്ഷേ യദ്ച ദുഷ്കരം തന്നിവേദ്യതാം, അതിന് നിങ്ങൾ ദുഷ്കരമായ ചിലത് ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് പറഞ്ഞപ്പോൾ ദേവ ഊജു ഭഗവത്യാകൃതം സർവം ന കിഞ്ചിദവശിഷ്യതേ ന യദയം നിഹത ശത്രുരസ്മാകം മഹിഷാസുര. ദേവന്മാര് പറയുകയാണ്, ഭഗവത്യാകൃതം സർവം, അമ്മയാൽ സർവവും ചെയ്യപ്പെട്ടിരിക്കുന്നു. ന കിഞ്ചിത് അവശിഷ്യതേ, ഇനിയും ഒന്നുപോലും ഞങ്ങൾക്ക് വേണ്ടുന്നത് ചെയ്യാതിരുന്നിട്ടില്ല, ഒന്നും അവശേഷിക്കുന്നില്ല ചെയ്യാന്. യദയം നിഹത ശത്രുരസ്മാകം മഹിഷാസുരഃ, എന്താ ചെയ്തത് എന്നാണെങ്കിൽ ദേവിയോട് പറയുകയാണ്, ഞങ്ങളുടെ ശത്രുരസ്മാകം, ഞങ്ങളുടെ ശത്രുവായിട്ടുള്ള ആ മഹിഷാസുരനെ നിഹതഃ, അവിടുന്ന് നിഗ്രഹിച്ചിരിക്കുന്നു. അവരിൽ ഇനി ആരും തന്നെ അവശേഷിക്കുന്നില്ല. ആ അസുരനെ സംബന്ധിച്ചതായിട്ടുള്ള ഞങ്ങളുടെ ഒരാഗ്രഹവും ഇനി ഞങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നില്ല. അമ്മയെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കുന്നു. യതി, ഇനി 34-ാമത്തെ ശ്ലോകമാണ്. യതി ചാപി വരോദേയസ്ത്വയാസ്മാകം മഹേശ്വരി സംസ്മൃതാ ത്വം നോ യശ്ച ഹിംസേഥാ പരമാപദ. യതി ചാപി വരോദേയം ത്വയാ അസ്മാകം മഹേശ്വരി. യതി ച അപിവരോദേയം, ഇനി ദേവി ഞങ്ങൾക്ക് യതി എങ്കിൽ വരം തരാനാണ് വിചാരിക്കുന്നതെങ്കിൽ, ത്വയാ അസ്മാകം, അവിടുന്ന് ഞങ്ങൾക്ക് വരം തരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലയോ മഹേശ്വരി, സംസ്മൃതാ ത്വം നോ, ഞങ്ങളെ ഇനിയും മേലിൽ ഉണ്ടാകുന്നതായിട്ടുള്ള എല്ലാ ആപത്തുകളിൽ നിന്നും, ഹിംസേഥ പരമാപത, ഞങ്ങൾക്കുണ്ടാകാവുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ നിന്നും രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വരം മാത്രമേ വേണ്ടൂ ദേവി. കാരണം ഇതുവരെ ഞങ്ങളെ എത്തിച്ചതും അവിടുന്നാണ്, അമ്മയുടെ കൃപയാണ്. എങ്കിൽ ഇനിയും ഞങ്ങളെ അവിടുന്ന് തന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. ഈ ആത്മസമർപ്പണമാണ് ഭക്തിയുടെ ഏറ്റവും പരമോന്നതമായ ഭാവം എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ദേവന്മാര് ആ സമർപ്പണമാണ് ദേവിയുടെ മുൻപിൽ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ ഏറ്റെടുത്ത്, ഇതുവരെ അമ്മ ഞങ്ങളെ കാത്തു, ഇനി ഞങ്ങളെ കാക്കേണമേ എന്ന അപേക്ഷ. ഇനി 35-ാമത്തെ ശ്ലോകമാണ്. യശ്ച മർത്യസ്തവൈരേഭിസ്ത്വാം സ്തോഷ്യത്യമലാനനെ. യശ്ച മർത്യസ്തവൈരേഭിസ്ത്വാം, യശ്ച, അതായത് ദേവന്മാര് വീണ്ടും തങ്ങളുടെ ആ ഒരു ആവശ്യം പറയുകയാണ്. എന്താ? മർത്യ തവൈ ഏഭി ത്വാം സ്തോഷ്യതി അമലാനനെ. അമലാനനയായ എന്ന് പറഞ്ഞാൽ പരിപാവനമായ മുഖത്തോടു കൂടിയ, സുന്ദരമായ മുഖത്തോടു കൂടിയവളായിട്ടുള്ള അല്ലയോ ജഗന്മാതാവേ, അവിടുന്ന് സ്തോഷ്യതി, ഇവിടെ ഈ സ്തോത്രങ്ങളെ കൊണ്ട് ദേവി അമ്മയെ സ്തവൈർ ഏഭി ത്വാം, അമ്മയെ ആരൊക്കെയാണോ സ്തുതിക്കുന്നത് അവർക്ക് തസ്യ, ഇനി 36-ാമത്തെ ശ്ലോകമാണ്. തസ്യ വിത്തർത്ഥി വിഭവ പുത്രധാരാദി സമ്പദാ മൃദ്ധയെ സുപ്രസന്നാത്വം
ഭവേഥ സർവദാംബികേ. അപ്പോൾ അവർക്ക് വിത്തർത്ഥി, വിത്തവിഭവങ്ങളും, വിത്തർത്ഥി വിഭവ, വിത്തം അതായത് ധനവും മറ്റ് ധന്യാദി സമ്പത്തുകളും, പുത്രധാരാദി സമ്പത്തുകളും, സൽപുത്രരെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സമ്പത്ത് തന്നെയാണ്. അപ്പോൾ അതിനും ഇവിടെ ദേവിയോട് അപേക്ഷിക്കുകയാണ്. പിന്നെയോ വൃദ്ധയെ സുപ്രസന്നാത്വം, വൃദ്ധയെ എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുന്നതിന് ദേവി അവിടുന്ന് സുപ്രസന്നയായി, അമ്മ പ്രസന്നയായിട്ട്, ത്വം അവിടുന്ന് ഭവേഥ സർവദാംബികെ, അവിടുന്ന് സുപ്രസന്നയായി അവിടുന്ന് അനുഗ്രഹിച്ച് തരേണമേ. ഇത് മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ. ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ഭൂമിയിൽ ആരാരൊക്കെ അമ്മയെ ഈ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നു അവർക്കൊക്കെയും ഈ സൗഭാഗ്യങ്ങളെല്ലാം അവിടുന്ന് എങ്ങനെ പ്രസന്നയായി അവിടുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുന്നത് പോലെ അമ്മ പ്രസന്നയായി അമ്മയുടെ മക്കൾക്ക് ഈ അനുഗ്രഹങ്ങളെ, സൗഭാഗ്യങ്ങളെ കൊടുക്കണമേ. ഇനി വീണ്ടും സുമേധസ് മഹർഷി കഥ തുടരുകയാണ്. ഇതി പ്രസാദിതാദേവൈർ ജഗദോർത്ഥേ തഥാത്മന തഥേത്യുക്ത്വാ ഭദ്രകാളി ബഭൂവാന്തർഹിതാ നൃപാം. ഇതി പ്രസാദിതാദേവൈർ ജഗദോർത്ഥേ തഥാ ആത്മനഃ, ദേവന്മാര് തങ്ങളുടെയും അതേപോലെ തന്നെ ജഗദോർത്ഥേ ജഗത്തിലുള്ളവരുടെ, അതായത് ലോകവാസികളായിട്ടുള്ള മനുഷ്യരുടെയും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമ്മയോട് അപേക്ഷിക്കുന്നത്. അത് അറിയിച്ചപ്പോൾ തഥാ ഇതി ഉക്ത്വാ ഭദ്രകാളി, അപ്പോൾ അമ്മ ഇങ്ങനെ അനുഗ്രഹിച്ചു. തഥാ ഇതി, അങ്ങനെ തന്നെ നിങ്ങൾ എന്താഗ്രഹിച്ചുവോ അങ്ങനെ നടക്കട്ടെ എന്ന് ദേവി പറഞ്ഞിട്ട് അരുളി ചെയ്തിട്ട് ബഭൂവ അന്തർഹിതാ നൃപ, ദേവി അപ്രത്യക്ഷയായല്ലോ, പോയി മറഞ്ഞുവല്ലോ. അപ്പോൾ ദേവന്മാരുടെ ആവശ്യം തങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു അപേക്ഷ, വരം ആവശ്യപ്പെട്ടത്. ദേവി അതെല്ലാവർക്കും ആയിക്കൊണ്ട് പ്രസന്നയായി ഈ വരത്തെ നൽകിയിട്ടമ്മ അന്തർധാനം ചെയ്യുകയും ചെയ്തു. ഇനി 38-ാമത്തെ ശ്ലോകമാണ്. ഇത്യേതത് കഥിതം ഭൂപ സംഭൂതാസാ യഥാ പുരാ ദേവി ദേവശരീരേഭ്യോ ജഗത്രയഹിതൈഷിണി. ഇതി ഏതത് കഥിതം ഭൂപ, അല്ലയോ രാജാവ്, ഭൂപതിയായിട്ടുള്ള അല്ലയോ രാജാവേ, ഇതി ഏതത് കഥിതം, ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു. സംഭൂത സ യഥാ പുരാ, അതായത് സംഭൂതയായ ദേവിയുടെ ഇപ്രകാരം കഥ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു. ചാമുണ്ടാദേവിയായിട്ട് മഹിഷാസുരനെ വധിച്ച ഈ കഥ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു. ദേവി ദേവശരീരേഭ്യോ ജഗത്രയഹിതൈഷിണി, ജഗത്തിന്റെ 3 ത്രയം എന്ന് പറഞ്ഞാൽ 3 ലോകത്തിന്റെയും ഹിതൈഷിണി, ഹിതത്തെ ചെയ്യുവാനായിക്കൊണ്ട് ദേവശരീരേഭ്യോ, ദേവശരീരത്തിൽ നിന്നും സംഭൂതയായ ദേവി, ആ ദേവിയുടെ കഥ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദേവശരീരത്തിൽ നിന്നും ത്രിമൂർത്തികളിൽ നിന്നും സംഭൂതയായ ദേവി അമ്മയുടെ ആ മായാവൈഭവത്തിന്റെ ചരിതം അങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മഹിഷാസുരന്റെ കഥയിലേക്ക് കൂടി വന്നത്. അപ്പോൾ ദേവന്മാരിൽ നിന്നും ഉത്ഭവിച്ച ആ ചാമുണ്ടാദേവിയുടെ കഥ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു. ഇനി 39-ാമത്തെ ശ്ലോകമാണ്. പുനശ്ച ഗൗരി ദേഹാത് സാ സമുദ്ഭൂതാ യഥാഭവത് വധായ ദുഷ്ടദൈത്യാനാം തഥാ ശുംഭനിശുംഭയോ. ഇവിടെ പറയുകയാണ് പുനശ്ച ഗൗരി ദേഹാത് സാ, ആ പുനഃ ച വീണ്ടും ആ ദേവി, ഗൗരി ദേഹാത് സാ വീണ്ടും ദേവി ദേവന്മാർക്ക് ഉപകാരപ്രദമായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞു. ആ സുമേധസ് മഹർഷി വീണ്ടും കഥ തുടരുകയാണ്. സമുദ്ഭൂതായഥാഭവത്, വീണ്ടും അമ്മ അവതരിക്കുകയുണ്ടായി. എന്തിന്? വധായ ദുഷ്ടദൈത്യാനാം, ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരുടെ വധത്തിനായിക്കൊണ്ട്, തഥാ ശുംഭനിശുംഭയോ,
ശുംഭനെന്നും നിശുംഭനെന്നും പേരുള്ള അടുത്ത വേറെ 2 മഹാപരാക്രമികളായിട്ടുള്ള അസുരന്മാരുടെ നിഗ്രഹത്തിനും മറ്റു ദുഷ്ടരായ അസുരന്മാരുടെ നിഗ്രഹത്തിനുമായിക്കൊണ്ട് ദേവി വീണ്ടും ഉത്ഭവിച്ചു. കഴിഞ്ഞില്ല, 40ാമത്തെ ഒരു ശ്ലോകവും കൂടിയുണ്ട്. രക്ഷണായ ച ലോകാനാം ദേവാനാമുപകാരിണി തച്ഛൃണുഷ്വമയാഖ്യാതം യഥാവത് കഥയാമി തേ. ദുഷ്ടരായ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ശുംഭനെയും നിശുംഭനെയും നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടും, പിന്നെയോ രക്ഷണായ ച ലോകാനാം, ലോകത്തിൻ്റെ രക്ഷണത്തിനായിട്ടും, ദേവാനാം ഉപകാരിണി, ദേവന്മാർക്ക് ഉപകാരിണിയായിട്ടുള്ള ആ ദേവിയുടെ കഥ, ഇങ്ങനെ വീണ്ടും അവതരിച്ച കഥ, തത് ശൃണുഷ്വമയാഖ്യാതം, തത് ശൃണുഷ്വ, അത് കേട്ടാലും, മയ ആഖ്യാതം, എന്നാൽ ഞാൻ പറയാം അത് കേട്ടാലും, യഥാവത് കഥയാമിതേ, അതെങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കഥ ഞാൻ പറഞ്ഞു തരാം, കേട്ടാലും. ആരോടാ പറയുന്നത്? സുരഥൻ എന്ന് പറയുന്ന മഹാരാജാവിനോടും സമാധി എന്ന വൈശ്യനോടും പറയുകയാണ്. നമുക്കറിയാം, ഇവർ കണ്ടുമുട്ടിയത് തന്നെ ആ ഒരു ആശ്രമത്തിൽ വെച്ചായിരുന്നു അല്ലെ. സുരഥൻ എന്ന രാജാവിന് തന്നേക്കാൾ ദുഃഖിക്കുന്നതായിട്ടുള്ള, തന്നേക്കാൾ വലിയ ദുഃഖം പേറി നടക്കുന്ന വൈശ്യനെ കണ്ടപ്പോഴാണ് തൻ്റെ ദുഃഖം എത്രയോ ചെറുതാണ് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ തൻ്റെ ദുഃഖം അവിടെ ദുഃഖമല്ല, വലിയൊരു പ്രഭാവം ആവുകയും അങ്ങനെ വൈശ്യനും ഈ സുരഥ രാജാവും കൂടി മഹർഷിയുടെ അടുത്ത് വരികയുമാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമുക്കുമൊക്കെ അങ്ങനെയാണ്, നമ്മളെക്കാൾ കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ പറയും, നമുക്കൊന്നും അങ്ങനെയുള്ള ദുഃഖമില്ലല്ലോ, ഭഗവാന്റെ എത്ര കൃപയാണ് നമുക്കുണ്ടായിട്ടുള്ളതെന്നല്ലേ. ഇവിടെയും അങ്ങനെ ഒരു ഇതിൽ നിന്നാണ് ആ ഒരു ഭാവത്തിലേക്ക് എത്തിയപ്പോൾ, അതായത് ആ ചൈതന്യത്തിൻ്റെ, ഈശ്വരൻ്റെ, ജഗദംബികയുടെ, ഭഗവാന്റെ ആ അനുഗ്രഹം നമുക്കുണ്ട്, നമ്മളെ ഒരുപാട് സംരക്ഷിക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എന്നൊരു ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ മായാവൈഭവത്തെ മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. അപ്പോൾ ആ തലത്തിലേക്ക് എത്തിയതിന് ശേഷമാണ് മഹർഷി ഇവിടെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തത്. അമ്മയുടെ മഹത്വം, അമ്മയുടെ മായാവൈഭവത്തിൻ്റെ കഥ ഇനിയും തുടരും. അടുത്തത് 5ാമത്തെ അധ്യായമാണ്. അമ്മയുടെ കൃപയുടെ വൈഭവം കൊണ്ട് നമ്മളങ്ങനെ 4ാമത്തെ അധ്യായവും ഒന്ന് വിചാരം ചെയ്ത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാൻ കഴിഞ്ഞു. ഇനിയും അടുത്ത സത്സംഗത്തിൽ നമ്മൾ 5ാമത്തെ അധ്യായം തുടങ്ങുകയാണ്. ദേവി അനുഗ്രഹിച്ചാൽ അതും അമ്മ സങ്കല്പിക്കുന്നത് പോലെ പറയാമെന്ന് കരുതുന്നു. 5ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒരു ശ്ലോകം വായിച്ചിട്ട് നമ്മൾ സമർപ്പിക്കാമെന്ന് കരുതുകയാണ്. അഥ പഞ്ചമോധ്യായ ഋഷിരുവാച പുരാ ശുംഭനിശുംഭാഖ്യാവസുരൗ ഘോരദർശനൗ അപ്രാപ്ത യൗവനാവേവ ചേരതുസ്തവ ഉത്തമം സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ. ഇനി അടുത്ത സത്സംഗത്തിൽ 5ാമത്തെ അധ്യായം അമ്മ അനുഗ്രഹിച്ചാൽ തുടങ്ങാം.